മലാഖിയുടെ പുസ്തകം 2-ാം അധ്യായം 5-ാം വചനം. മലാഖി 2-ാം അധ്യായം 5 to 9 വായിച്ചു. അവനോടുള്ള എന്റെ നിയമം ജീവനും സമാധാനവുമായിരുന്നു. അവൻ ഭയപ്പെടേണ്ടതിന് ഞാൻ അവന് അവയെ കൊടുത്തു. അവൻ എന്നെ ഭയപ്പെട്ട് എന്റെ നാമനിമിത്തം വിറയ്ക്കുകയും ചെയ്തു. നേരുള്ള ഉപദേശം അവന്റെ വായിൽ ഉണ്ടായിരുന്നു. നീതികേട് അവന്റെ അധരങ്ങൾ കണ്ടതുമില്ല. സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോടുകൂടെ നടന്ന് പലരെയും അകൃത്യം വിട്ട് തിരിയുമാറാക്കി. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതുമല്ലോ. നിങ്ങളോ വഴി വിട്ടുമാറി പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി. ലേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങളോ വഴി വിട്ടുമാറി പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി ലേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്നുവെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ വഴികളെ പ്രമാണിക്കാതെ ന്യായപാലനത്തിൽ പക്ഷഭേദം കാണിച്ചതുകൊണ്ട് ഞാനും നിങ്ങളെ സകല ജനത്തിനും നിന്ദിതരും നീചരുമാക്കിയിരിക്കുന്നു. ആമേൻ. 4-ാം വാക്യം കൂടെ വായിക്കണമായിരുന്നു. ലേവിയോടുള്ള എന്റെ നിയമം നിലനിൽപ്പാൻ തക്കവണ്ണം ഞാൻ ഈ ആക്ട് നിങ്ങളെ അടുക്കൽ അയച്ചിരിക്കുന്നത് നിങ്ങൾ അറിയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പം ആമേ മലാഖിയുടെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 1-ാം അധ്യായത്തിൽ സകല ജനത്തോടുമുള്ള ഹല്ലേലൂയ ആമേ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ അത് പുരോഹിതന്മാരോട് മാത്രമല്ല, ശുശ്രൂഷകരോട് മാത്രം ദൈവം തെരഞ്ഞെടുത്ത പുരോഹിതൻ. 3-ാം അധ്യായത്തിൽ ആലയത്തെക്കുറിച്ചും ആലയത്തോട് ജനം കാണിക്കുന്നതിനെ കുറിച്ചും 4-ാം അധ്യായത്തിൽ ഒരു ന്യായവിധിയെ കുറിച്ചുമാണ് പറയുന്നത്. ഹാലെ അപ്പൊ 1-ാം അധ്യായത്തില് ആമേ ഹാലെ പറയുന്നുണ്ട്. ആമേ മകൻ അതിന്റെ 6-ാം വാക്യം വായിക്കും സിസ്റ്റർ. 6-ഉം 7-ഉം 1-ന്റെ മലാഖി 1-ന്റെ 6. ഓക്കെ. മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. അതിന് നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ഇവിടെ ഇവരെ ജനത്തോട് ചോദിക്കുകയാണ്, ഞാൻ അപ്പനാണെങ്കിൽ നിങ്ങൾ ദാസന്മാരാണെങ്കിൽ യജമാനെ ബഹുമാനിക്കേണ്ടതല്ലേ? ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? അപ്പൊ അടുത്തത് പുരോഹിതന്മാരെ, ഞാൻ യജമാനെങ്കിൽ എന്നോട് ഭക്തി വേണ്ടേ? ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ ചോദിക്കണം. കാരണം ഇവരെന്തുകൊണ്ടാണ് തുച്ഛീകരിക്കുന്നത് വെച്ചാൽ അവിടെ തൊട്ടടുത്ത് തന്നെ ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ യാഗപീഠത്തിന്മേൽ മലിനപോലെ അർപ്പിച്ചാൽ നിങ്ങൾ ഏതിനാൽ എന്നെ മലിനപ്പെടുത്തുക യഹോവയുടെ മേശ തിന്നുമെന്ന് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ കണ്ണു പൊട്ടിയതിന് യാഗം കഴിപ്പം കൊണ്ട് അത് ദോഷമല്ല. നിങ്ങൾ മുടന്തുള്ളത് തീരമുള്ള അർപ്പിച്ചാൽ എന്ന് വെച്ചാൽ അവിടെ കാണിക്കുന്ന വെച്ചാൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ദൈവത്തിന് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ കാഴ്ച കൊടുക്കുന്നതൊക്കെ കണ്ണ് കണ്ണ് പൊട്ടതിന് മുടന്തുള്ളതിന് ഊനമുള്ളതിന് ഇതൊക്കെയാ കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് കൊടുക്കേണ്ട സ്ഥാനത്ത് ഏറ്റവും മോശമായത് കൊടുക്കുന്നു. അപ്പൊ ദൈവത്തിന് എങ്ങനെയെങ്കിലും കൊണ്ട് അർപ്പിച്ചാൽ മതി എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട്. ഇവിടെ 14-ാം വാക്യത്തിൽ പറയുന്നത്, എന്നാൽ തന്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരാണുണ്ടായി കർത്താവിന് നേർന്നിട്ട് ഊനമുള്ളൊരു തള്ളി യാഗം കഴിക്കുന്ന വഞ്ചകൻ ശപിക്കപ്പെട്ടത്. ഞാൻ മഹാരാജാവല്ലോ, എന്റെ നാമം ജാതികളുടെ ഭയങ്കരമായിരിക്കുന്ന സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പം ഇവിടെ ദൈവത്തെ കുറിച്ച് കർത്താവിനെ തന്നെ പരിചയപ്പെടുത്ത ഞാൻ മഹാരാജാവല്ലോ. അപ്പം രാജാവിന് കൊടുക്കണമെങ്കിൽ എങ്ങനെ കൊടുക്കും, മഹാരാജാവിന് കൊടുക്കണമെങ്കിൽ എങ്ങനെ കൊടുക്കണമെന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. അവിടെ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, നിങ്ങളൊരു ദേശത്തിലെ ആൾക്ക് കൊണ്ടുവരുന്ന അങ്ങനെയുള്ളവർക്ക് കൊണ്ടുവരുന്ന നിങ്ങൾ കുറഞ്ഞത് കൊടുക്കുക. നമ്മൾ കാണുന്ന ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ഇവിടുത്തെ വലിയ VIP കൊണ്ടു കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും കൊടുക്കുന്നത്? VIP ഒരു ഗിഫ്റ്റ് കൊടുക്കുക. സാറാ നാളെ പിണറായി വിജയന് ഗിഫ്റ്റ് കൊടുക്കാൻ പോകണത് എന്ത് ഗിഫ്റ്റ് ആയിരിക്കും കൊണ്ട് കൊടുക്കുന്നത്? 10 പേരെയും കൊണ്ട് പോവാ ഇല്ല. നമ്മളെ ഓരോ ആൾക്കാരെ ഞങ്ങൾ പണ്ട് ഈ നമ്മുടെ അവിടെ ഈ
ദുബായിലായിരിക്കുമ്പോൾ ഈ റൂളേഴ്സിനൊക്കെ ചിലപ്പോൾ മീറ്റിംഗ് വരും. ഹല്ലേല്ല. അപ്പൊ ഞാൻ ഷെറാമിനോട് എപ്പോഴും ഞാൻ ഈ റൂളേഴ്സിന്റെ ഒക്കെ എടുത്ത് വന്നു. അപ്പൊ റാസലിമ റൂളേഴ്സിന്റെ ഒക്കെ ഇപ്പൊ അവർക്ക് ഇവരുടെ അടുത്ത് ഈ റോസ് ഓയിൽ ഉണ്ട്. ഇവരുടെ അവർക്ക് തന്നെയുള്ള ഗാർഡനിൽ നിന്ന് എടുത്തിട്ട് ഇത് ഉണ്ട്. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അല്ല, പക്ഷെ അവർ ആ എക്സ്പെൻസീവ് റോസ് ഓയിൽ ആണെങ്കിൽ പോലും ഇവർക്ക് കൊടുക്കാൻ പോകും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ബോട്ടിൽ വാങ്ങിക്കും. അല്ല, അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണെങ്കിൽ ഭയങ്കര എന്താ പറയാ, കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ സ്പടികയൊക്കെ എടുത്ത് ഇങ്ങനെ എന്താ പറയാ കൊണ്ട് അതുപോലത്തെ ബോട്ടിലൊക്കെ വാങ്ങിച്ച് അതിനകത്തൊക്കെ ഫില്ല് ചെയ്ത് അത് ഭയങ്കരമായിട്ട് പാക്ക് ചെയ്തൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കിടക്കണ ഇത്രയുള്ള ബോട്ടിലൊക്കെ എടുത്തിട്ട് ഏതെങ്കിലും സാധാ ബോട്ടിലൊക്കെ നമ്മളൊക്കെ ഫില്ല് ചെയ്ത് മാറ്റും. പക്ഷേ അവർക്ക് കൊടുക്കുമ്പോൾ അത്രത്തോളം പ്രഷ്യസ് ആയിട്ടുള്ള സംഭവമൊക്കെ മേടിച്ചിട്ട് ഫില്ല് ചെയ്തൊക്കെ കൊണ്ട് എന്താ അയാൾ അവിടുത്തെ ഒരു മേഘാലയയിലെ ഒരു എമിറേറ്റ്സിന്റെ റൂളറാണ്. അല്ലെ, അപ്പൊ അയാൾക്ക് കൊടുക്കുമ്പോൾ അതുപോലെ അല്ലല്ലേ നമ്മൾ കൊണ്ടു കൊടുക്കണം. അല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് അതാ അപ്പൊ സാധനം എന്താ അതുപോലെ നമ്മൾ പറയാം. ഇപ്പൊ നമ്മുടെ രാജാതി രാജാവും കർത്താതി കർത്താവുമായി പോയി. കർത്താവ് തന്നെ പറഞ്ഞ മഹാരാജാവല്ലോ എന്ന് പറഞ്ഞാൽ ദൈവത്തിനോടൊക്കെ ഊനമുള്ളതൊന്നുമല്ല കൊടുക്കേണ്ടത്. ചലങ്ങിയെന്ന് വക്ക് പൊട്ടിയൊന്നും ഒന്നും അല്ല. അവിടെ വിജയഭാസ് പറയാന്ന് ചില ആൾക്കാർ മുഷിഞ്ഞ നോട്ട് നോക്കിയിട്ട് എടുത്ത് സ്വതന്ത്രക്കാഴ്ച ഇടും. പക്ഷെ നമ്മൾ പേഴ്സിൽ ഇരിക്കുന്നതിൽ ഏറ്റവും നല്ല നോട്ട് നോക്കിയിട്ട് വേണം എപ്പോഴും അങ്ങനെ പോലും കൊടുക്കുമ്പോൾ കൊടുക്കാതിട്ട് പുത്തം നോട്ടൊക്കെ കിട്ടുമ്പോൾ ഞാൻ പെട്ടെന്നെല്ലാം വാങ്ങിച്ച് പേഴ്സ് വെക്കുക. അതെല്ലാം സ്തോത്രക്കാഴ്ച ഇടാനൊക്കെ ഉപയോഗിക്കാനായിട്ടുണ്ട്. ഹാല. അപ്പൊ അതുപോലെ ഏറ്റവും നല്ലത് ഹാലയില് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മള് നോട്ടിന്റെ ഇതിലല്ല ഞാൻ പറഞ്ഞത്. ഹാല നമ്മൾ കൊടുക്കുന്ന ഹൃദയമാണ് ദൈവം നോക്കുന്നത്. അതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഏറ്റവും നല്ല ദൈവത്തിന് കൊടുക്കുന്ന മനോഭാവം ഉണ്ടാകണമെന്നുണ്ട്. ഹാല ഇവിടെ അടുത്ത പുരോഹിതന്മാരുടെ ലേവിയരായിട്ടുള്ള പുരോഹിതന്മാരെ കുറിച്ച് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ കാണുന്നത്. ഞാൻ ഇന്നലെ വായിച്ചപ്പോൾ എനിക്ക് ആ ഭാഗം ഭയങ്കരമായിട്ട് സ്ട്രൈക്ക്. നേരത്തെ നമ്മൾ ഈ ഭാഗം ഒന്ന് ചിന്തിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്നിട്ട് എനിക്ക് ഇന്നലെ വീണ്ടും ഒന്നുകൂടെ അപ്പൊ ലേവിയോടുള്ള നിയമം ഹാലേലിയ നിലനിൽപ്പാൻ തക്കവണ്ണം ഞാൻ ഈ ആജ്ഞ നിങ്ങളുടെ അടുക്കൽ ചെന്ന് നിങ്ങൾ അറിയുമെന്ന് സൈന്യങ്ങളുടെ പറയും. അവനോടുള്ള എന്റെ നിയമം ജീവനും സമാധാനവുമായിരുന്നു. അല്ല, എന്തായിരുന്നു? ദൈവം പുരോഹിതന്മാരുടെ നിയമത്തിൽ ഹാലയിൽ പൗരോഹിത്യ സൃഷ്ടിക്കുന്ന ഓരോരുത്തരില് ഉള്ള നിയമം അത് ജീവനും സമാധാനവുമായിരുന്നു. ഇവിടെ സമാധാനം ഉണ്ട്. എന്നിട്ട് അവർ ഭയപ്പെടേണ്ടതിന് ഞാൻ അവന് അവയെ കൊടുത്തും അവൻ എന്നെ ഭയപ്പെട്ട് എന്റെ നാമനിമിത്തം വിറയ്ക്കുകയും ചെയ്തു. ഹാലലൂയ. അപ്പൊ അന്നത്തെ പുരോഹിതന്മാരെ കുറിച്ച് പറയുന്നതാ, ഞാൻ കൊടുത്ത നിയമത്തെ ഭയപ്പെടുക മാത്രമല്ല അവര് വിറയ്ക്കുകയും ചെയ്തു. അത്രത്തോളം ഭയഭക്തിയോട് കൂടിയാണ് അന്നത്തെ പുരോഹിതന്മാർ ലേവ്യർ ദൈവത്തിന് ശുശ്രൂഷ ചെയ്തിരുന്നത്. ഞാനത് വായിച്ചപ്പോ ഇന്നത്തെ പുരോഹിതന്മാരെ കുറിച്ചും ആലോചിച്ചു. നമ്മളൊക്കെ എല്ലാവരും ചെറുതായിട്ട് വലുതായിട്ട് ശുശ്രൂഷകൾ നിൽക്കുന്നു. പക്ഷെ നമ്മൾ എത്ര ഭയത്തോടും വിരയിലോടും നിൽക്കുന്നു എന്നുള്ള കാരണം നമുക്കൊക്കെ ഇന്ന് ദൈവം ഭയങ്കര സമീപസ്ഥനാണ്. ഒരു സുഹൃത്തിനെ പോലെയാണ്, ജ്യേഷ്ഠ സഹോദരനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹാലയിലെ പിതാവാണ് എന്നൊക്കെയാകുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ദൈവം കൂടുതൽ തന്നപ്പെടുത്തേന് നമ്മുടെ ഭയവും ഭക്തിയും ഒക്കെ ഇവിടെ പോയി. മറ്റേ പുരോഹിതന്മാര് മഹാപുരോഹിതനൊക്കെ അന്നത്തെ ശ്രേഷ്ഠ പുരോഹിതനൊക്കെ നമുക്കറിയാം. അവര് ആ ദൈവമേ ഹാലയില് അതിപരിശുദ്ധ സ്ഥലത്തേക്കൊക്കെ കയറിപ്പോകുമ്പോൾ എത്ര ഭയത്തോടും വിറയലോടെ കയറിപ്പോയിരുന്നത്. കാരണം തിരിച്ച് ജീവനോടെ വരുമെന്ന് പോലും ഉറപ്പില്ല. അതുപോലെ ദൈവത്തിന്റെ പ്രസൻസിനെ പോലെ അവർ ഭയപ്പെട്ടിരുന്നു. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ പെട്ടകം നമ്മൾ ഓരോരുത്തരും ചുമക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ ഇന്ന് ദൈവത്തിന്റെ പെട്ടകം നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം അതനുസരിച്ച് ഒരുക്കപ്പെടുന്ന ഓരോ ദിവസവും ശുദ്ധീകരണം പ്രാപിക്കുന്നുണ്ട്. ആ ബോധം നമുക്കുണ്ട്. ഇന്ന് എന്തും കാണിച്ചിട്ടും എങ്ങനെ നടന്നിട്ടും ഈ ബൈബിൾ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് കയറുന്ന പ്രസംഗിക്കാമെന്ന് വായകന്നൊക്കെ വിളിച്ച് പറയാവുന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. ഇവിടെ പറയുന്നുണ്ട്, അവർ എന്നെ ഭയപ്പെട്ട് എന്റെ നാമത്തെ വിറയ്ക്കുകയും ചെയ്തു. അവരുടെ ഉപദേശം അവരുടെ വായിൽ ഉണ്ടായിരുന്നു. നീതികേട് അവന്റെ അധരങ്ങളിൽ കണ്ടതുമില്ല. സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോട് കൂടെ നടന്ന് പലരെയും അകൃത്യം വിട്ട് തിരിയുമാറാക്കി. ഹല്ലേലൂയ. ഇവിടെ പുരോഹിതന്മാരെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എടുത്തു പറയുന്നത് ഒന്ന് എന്റെ നാമനിമിത്തം വിറയ്ക്കുകയോ ചെയ്തു, ഭയപ്പെട്ട് വിറച്ചു. അടുത്ത നേരുള്ള ഉപദേശം അവന്റെ വായിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഉപദേശം നേരുള്ള ഉപദേശമായിരുന്നു. ഹാലേലൂയ. അടുത്ത പറയാം, നീതികേട് അവന്റെ അധരങ്ങളിൽ കണ്ടതുമില്ല. ഹാലേലൂയ. അവന്റെ അധരത്തിൽ ഒരു നീതികേടും അവൻ പറയത്തില്ലായിരുന്നു. അടുത്ത പറയുന്നത് അവന്റെ അത് സമാധാനമായി പരമാർത്ഥമായി എന്നോട് കൂടെ നടന്ന്. അപ്പൊ സമാധാനമായും പരമാർത്ഥമായും ദൈവത്തോട് കൂടെ നടന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? പലരെയും അകൃത്യം വിട്ട് തിരിയുമാറാക്കി. പലരെയും പാപത്തിൽ നിന്ന് അകൃത്യത്തിൽ നിന്ന് അതിനെല്ലാം വിട്ട് തിരിഞ്ഞ് ദൈവമുഖം അന്വേഷിക്കാൻ അത് കാരണമാക്കി മാറ്റി.
ആമേൻ, സ്തോത്ര. ഹല്ലേ, നമ്മള് പഴയകാല അപ്പച്ചന്മാരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഹല്ലേ, അവരൊക്കെ ആ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവരുടെ ജീവിതം കൊണ്ട് അവർ ഹല്ലേ ഒരുപാട് ഹല്ലേ ദൈവ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ഹല്ലേ നമ്മുടെ മുമ്പിൽ തന്നെ ഹല്ലേ കാണുവാൻ ഇടയായിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആമി ഹല്ലേ അകൃത്യം വിട്ട് തിരിയുമാറാക്കുകയാണ്. അകൃത്യത്തിൽ നടന്നാൽ ഒരു കുഴപ്പമില്ലെന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് നമ്മൾ ഹാലയെ കാണുന്നുണ്ട്, പല സ്റ്റേജിലും ഹാലയിലെ പല ദൈവദാസന്മാരും പല സെലിബ്രിറ്റികളെയും കൊണ്ടു നിർത്തി ഹാലയിലിയ ആമയും അവിടെ നിർത്തി സാക്ഷ്യം പറയുക, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പറയുകയും യേശുവിനെ പുകഴ്ത്താൻ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ ജീവിതം എന്താണെന്ന് അത് ആമ നോക്കുന്നില്ല. ഹാല അവരുടെ ജീവിതം അവരെ പച്ചയാ മനുഷ്യനായിട്ട് അവർ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹാലില്ല, അവർ സെലിബ്രിറ്റീസ് ആണ്, അവർ വലിയ പൊസിഷൻ ഇരിക്കുന്നവരാണ്, വലിയ ആമ സമൂഹത്തിൽ ഉന്നതന്മാരായിരിക്കും. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധി ഇല്ലാതെ അല്ലെ തോന്നുന്ന പോലെ നടക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് സ്റ്റേജിൽ കയറ്റി നിർത്തി ഒരു സാക്ഷ്യം പറയിപ്പിക്കുകയും ജനത്തിന് കൊടുക്കുന്ന ഹാലയിൽ എന്താ മെസ്സേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ നടന്നാലും കുഴപ്പമില്ല കേട്ടോ അല്ലേ. നമുക്ക് പലരെയും കുറിച്ച് അറിയാം ഹാലെ, അവരെങ്ങനെയാണെന്നും അവരുടെ ജീവിതം എങ്ങനെയാണെന്നും, കള്ളത്തരവും കപടതയും ദുഷ്ടതയും ഹാലയിലെ ആമേ ഹാലയിലെ ആമേ എന്താ പറയാ ആമേ അഡൽട്ടറി ഒക്കെ ആയിട്ട് നടക്കുന്ന പലരെയും കൊണ്ടുവന്ന് ഹാലെ സ്റ്റേജിൽ കയറ്റി നിർത്തി ആമേ ആമേ അവർ സെലിബ്രിറ്റി ആയതുകൊണ്ട് ഹാലെ വലിയ ഉന്നത പദവി ഇരിക്കുന്നത് കൊണ്ട് ഹാലെ ദൈവത്തിന് ഹാലയിലെ ആമേ പുൽപ്പറ്റിൽ കയറ്റി നിർത്തി സാക്ഷ്യം പറയിക്കുമ്പോൾ ആ ദൈവദാസന് എന്ത് മെസ്സേജ് ജനത്തിന് കൊടുക്കുന്നത്? എന്താ അവർക്ക് കാണിച്ചിട്ടുള്ളത്? മാതൃക. അല്ല, ഒരു സാക്ഷ്യമുള്ളവനെ കൊണ്ട് വേണം സാക്ഷ്യം പറയിക്കാനായിട്ട്. ഒരു സാക്ഷ്യമില്ലാത്ത ജീവിതമുള്ളവനെ കൊണ്ട് നിർത്തി സാക്ഷ്യം പറയിച്ച് ഇവരെന്താ നേടുന്നത്? അല്ല, എന്റെ ചർച്ചയിൽ ഇത്ര വലിയ ഉന്നതന്മാർ വരുന്നെന്ന് കാണിക്കുന്നു, എന്റെ ചർച്ചയിൽ സെലിബ്രിറ്റി വരുന്നെന്ന് കാണിക്കുന്നു. അതുകൊണ്ട് എന്ത് മെസ്സേജ് നമ്മൾ ദൈവജനത്തിന് കൊടുക്കുന്നത്? ദൈവജനത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇയാളൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും സ്റ്റേജിൽ സാക്ഷ്യം പറഞ്ഞ് എനിക്ക് എങ്ങനെയും നടക്കാമെന്നൊരു മെസ്സേജ് കൊടുക്കുന്നത്. അതാണോ ദൈവം പഠിപ്പിച്ചത്? പുരോഹിതന്മാരോട് ഹാൽ ഇവിടെ പറയുന്ന ജനത്തെ അകൃത്യം വിട്ട് തിരിയുമാറാക്കുന്നവരാണ് പുരോഹിതന്മാർ. പാപത്തെക്കുറിച്ച് ബോധം കൊടുക്കുന്നവരാണ് പുരോഹിതന്മാർ. ഹാലേലിയ. അല്ലാതെ ഏത് പാപത്തിൽ കൂടെ കടന്നാലും കുഴപ്പമില്ല, ആമേ ഞങ്ങൾ അതിനപ്പുറം ചെയ്യുന്നുണ്ട്, അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്തോ എന്ന് കൊടുക്കുന്ന മെസ്സേജ് അല്ല വേണ്ടുന്നത്. ഹാലേലിയ. ഇവിടെ പറയുന്ന അവിടെ അകൃത പുരോഹിതന്മാർ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകൽ അവന്റെ അതരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടു, ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതുമല്ലോ. പുരോഹിതന്മാരെ കുറിച്ച് പറയുന്നതാ അവന്റെ അതരങ്ങൾ എന്താണെന്നാ, അവൻ ആരാന്ന്? ദൈവത്തിന്റെ ദൂതനാണ്. ദൈവത്തിന്റെ ദൂത് വഹിക്കുന്നവൻ അവൻ. ദൈവം എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹാല അത് ജനത്തെ അറിയിക്കേണ്ടവനാണ്. അല്ല, അങ്ങനെയുള്ള പുരോഹിതന്മാർ ഹാല ദൈവത്തെ അവന്റെ അതരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതുമല്ല. അപ്പൊ അവന്റെ അതരങ്ങൾ എന്ത് വേണ്ടത്? പരിജ്ഞാനം വേണം. പൊട്ടച്ചൊല്ലും കളിവാക്കും ഹാലലിയ ആമീ ഹാലെ തമാശയൊക്കെ പറഞ്ഞുകൊണ്ടല്ല ഹാലയിലെ ജനത്തെ ഉപദേശിക്കേണ്ടത്. അവൻ സീരിയസ് ആയി തന്നെ നിന്ന് നല്ല ഉപദേശം ഹാല ജനത്തിന് കൊടുക്കാൻ വിളിക്കപ്പെട്ടവനാ പുരോഹിതൻ. അല്ല, അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ ആ പൗരോഹിത്യ ശുശ്രൂഷ മാറ്റിവെക്കണം. ഹാലൂയ. ആമേ കോമിക്ക് കാണിക്കാനും ഹാലല്ലോ ആമേ തമാശ പറയാനും അല്ല ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ല, എന്തിനാ മറ്റുള്ളവരെ ആമേ ഹാല എന്താ പറയാ എപ്പോഴും കയറി നിന്ന് ഹാലല്ലോ ഓരോ ആൾക്കാരെ കുറിച്ച് കുറ്റങ്ങളും കുറവുകളും വിളിച്ചു പറയാനും ഒന്നുമല്ല ദൈവം വിളിച്ചത്. അവൻ ദൈവത്തിന്റെ ദൂതനാണെങ്കിൽ അവൻ ദൈവം എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ആ നാവിനെ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും പറയും പ്രവാചകന്മാരുടെ നാവ് ദൈവത്തിന്റെ നാവാ. ആ നാവ് കൊണ്ട് ഹാലേലിയ ആമെ ഫോഷ്ക്ക് പറയാനുള്ളതല്ല. ആ നാവ് എടുത്ത് ഹാലെ മറ്റുള്ളവരോട് കളിവാക്കും ആമെ പൊട്ടച്ചൊല്ലും പറയാനുള്ളതല്ല. അത് പറഞ്ഞിട്ട് കയറി നിന്നിട്ട് ഹാലെ പ്രവചിക്കാൻ ശ്രമിക്കരുത് ഹാലയില്. കാരണം ദൈവത്തിന്റെ നാവിനെ കുറച്ച് സമയം പിശാചിന്റെ കൈ കൊടുത്ത് വീണ്ടും എടുത്ത് ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന അങ്ങനെ ചെയ്യാൻ പാടില്ല ഹാലയിൽ. ഇവിടെ പറയുന്നത് അവിടെ അവന്റെ അതരങ്ങൾ പരിജ്ഞാനം സൂക്ഷിക്കുക, ഉപദേശം അവനോട്. എന്നിട്ട് സൈന്യങ്ങളുടെ യഹോവ ദൂതരാകലെ അവന്റെ അതരങ്ങൾ എന്ത് വേണം? പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കണം. അവന്റെ ഓരോ വാക്കിലും എന്ത് വേണം? ദൈവത്തിന്റെ പരിജ്ഞാനമാണ് നമ്മൾ കേൾക്കേണ്ടുന്നത്. അത് കേൾക്കുന്നവർക്കൊക്കെ ആത്മീയ വർധനം ഉണ്ടാകണം, അല്ലാതെ അല്ലെ ഉള്ളതും കൂടെ ചോന്നു പോകരുത്. ഹാലയില്ല. ആമെ ദൈവത്തിന്റെ ദൂതനാകി അവന്റെ നാവിൽ എന്തുവേണം? പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും അല്ലെ ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതല്ല. അപ്പൊ ഉപദേശിക്കാൻ നല്ലവനായിരിക്കണം. അല്ല, ജനത്തിന് എന്താ അകൃത്യം വിട്ട് തിരിയുവാനൊക്കെ ചുമ്മാ തന്നെ അകൃത്യം വിട്ട് തിരിയുമോ? അല്ല, അവർ ഉപദേശം കാരണമാണ്. അവരിൽ വന്ന പരിജ്ഞാനത്തിന്റെ വാക്ക് കേൾക്കുമ്പോഴാണ് ജനം അല്ലെങ്കിൽ എന്താ പറയുക അകൃത്യം വിട്ട് തിരിയുമാറാക്കുന്നത്. എന്നിട്ട് ഉപദേശം അവനോട് അല്ലോ നിങ്ങളോ വഴി വിട്ടു മാറി പലരും ഉപദേശത്തെ ഇടറുമാറാക്കി. ലേവിയുടെ നിയമം ഇന്നത്തെ കാര്യത്ത് പറയുന്ന പോലെ അന്നത്തെ കാലത്ത് പുരോഹിതന്മാർക്കുള്ള നിങ്ങളോ എന്ത് ചെയ്തെന്നാ പറയുന്നത്? വഴി വിട്ടുമാറി പലരും ഉപദേശത്താൽ ഇടറുമാറാക്കി. ഇന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഇടർച്ചകൾ ദൈവദാസന്റെ ഉപദേശത്തിൽ നിന്ന് വരുന്നതാണ്.
ഇന്ന് ഇത്രയും ജനം പിന്മാറ്റത്തിൽ പോകുന്നതിന്റെ കാര്യം എന്താ പറയുക? അവരുടെ ഉപദേശത്തെ ഇടർമാറാക്കുന്നതാ. എന്താണ് ഇത്രയും ജനം പിന്മാറിപ്പോ അല്ലെങ്കിൽ സഭയിലേക്ക് വരാൻ ആഗ്രഹം? അവരുടെ ജീവിതം കൊണ്ട് അവർ ഇടർമാറാക്കുന്നതാ. ഒരു മാതൃക കാണിച്ചു കൊടുക്കാനുള്ള ലൈഫ് ഇല്ല അവർക്ക്. ഹാലൂയ. അവരെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഞാൻ പറയാം, പുൽപ്പറ്റി കീറി നിൽക്കുമ്പോൾ അവരെന്താ പറയുന്നതെന്നുള്ളതിനെ കാട്ടി ഉപരി അവരുടെ ജീവിതം കൊണ്ട് ഒരു മാതൃക കാണിച്ചു കൊടുക്കണം. ലൈഫിൽ അതില്ലെങ്കിൽ പോയില്ലേ. അപ്പൊ ഉപദേശത്താൽ ഇവിടെ എന്താ പറയുക, ഇന്നത്തെ അവരെ കുറിച്ച് പറയാം, നിങ്ങളോ എന്താ പറയാ, നിങ്ങളുടെ നാവിൽ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതാ, നിങ്ങൾ ദൈവത്തിന്റെ ദൂതനായിരിക്കേണ്ട, നിങ്ങളുടെ ഉപദേശത്താൽ പലരും അകൃത്യം വിട്ടുമാറേണ്ടതാണ്. വിട്ടുമാറി ദൈവത്തോട് വേണ്ട ഇതെല്ലാം നിലനിൽക്കുക. സമാധാനം നിങ്ങളുടെ നാവിൽ ഇവിടെ ഉണ്ടാകണം. നിങ്ങളുടെ എന്റെ ദൈവം എന്നിട്ട് ജീവനും സമാധാനം ഉണ്ടായിരിക്കാം. ഹാലലിയ. അവര് എന്റെ നാമനിലത്ത് ഭയക്കും വിറക്കിയൊക്കെ ചെയ്യുന്ന പുരോഹിതന്മാർ പഠിപ്പിക്കും. ജനത്തിനും ആ ഭയവും വിറയിലും ഒക്കെ ഉണ്ടോ ദൈവത്തെ കുറിച്ച്? ഇന്ന് ഹാലലിയ. ദൈവദാസന്മാർക്ക് ദൈവത്തെ കുറിച്ച് ഭയവും ഇല്ല, വിറയലുമില്ല. പിന്നെ എങ്ങനെ ജനത്തിന് ഭയം വിറയലും ഉണ്ടാകുന്നത്? അവരുടെ ജീവിതത്തിൽ ദൈവത്തിനോടൊരു ഭയമില്ല. അവരെങ്ങനെയാ നടന്നാലും ഒരു കുഴപ്പമില്ലെന്ന് അവർ കാണിച്ചു കൊടുക്കും. പിന്നെ ജനത്തിന് എങ്ങനെയാ ഉണ്ടാകുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ദൈവത്തെ ഭയമില്ലാത്ത നമ്മള് ദൈവത്തെ ഒരു ഭയമില്ല തോന്നുന്ന രീതി ജീവിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയായി പോകും? അങ്ങനെ തന്നെ ആയിപ്പോവും. ഹല്ലേലൂയ. ഇവിടെ എല്ലാം ഇവിടെ പറയുന്ന ധൈര്യങ്ങളുടെ പുരോഹിതന്മാർ ധൈര്യങ്ങളുടെ യഹോവയുടെ അവന്റെ അതിരങ്ങൾ പരിജ്ഞാനം സൂക്ഷിക്കുന്ന ഉപദേശം അവനോട് ചോദിച്ചു കൊടുക്കാനല്ലേ. നിങ്ങളോ വഴി വിട്ടു മാറി പലരും ഉപദേശത്തിൽ ഇടമാക്കി ലേവിയുടെ നിയമം നശിച്ചു എന്ന സൈന്യങ്ങൾ യഹോവ. അങ്ങനെ നിങ്ങൾ എന്റെ വഴികളെ പ്രമാണിക്കാതെ ന്യായപാലനത്തിൽ പക്ഷഭേദം കാണിച്ചുകൊണ്ട് ഞാനും നിങ്ങളെ സകല ജനത്തിനും നിന്ദിതരും നീചരവുമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞേ? നിങ്ങളെയും സകല ജനത്തിനും നിന്ദിതരും നീചിതരുമാക്കി. അടുത്ത താഴത്തോട്ട് പോകുമ്പോൾ ദേവദാസന്മാര് ഹല്ലേലൂയ ഭാര്യ ഉപേക്ഷണ പത്രം ഞാൻ വെറുക്കുന്നു. ഇവിടെ ഭാര്യ ലേവി 14 വാക്യം തുടങ്ങി നമ്മൾ വായിച്ചു കഴിഞ്ഞാ 14 തുടങ്ങി വായിക്കും സ്റ്റാൻഡിന്റെ. എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരുന്നത് കൊണ്ട് തന്നെ. അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപത്നിയുമല്ലോ. ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഒരുത്തൻ എന്തു ചെയ്തു? ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു കൊള്ളുവീൻ. തന്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു. അത് ചെയ്യുന്നവൻ തന്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ അവിശ്വസ്തത കാണിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു കൊള്ളുവീൻ. ആമേൻ. ഹല്ലേലൂയ. അപ്പം ഭാര്യയുടെ അവിശ്വസ്ത കാണിക്കുന്നതിനെ കുറിച്ചും അതിപ്പം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് എടുക്കാം. പക്ഷേ ഇവിടെ പുരോഹിതന്മാരോട് പറയുമ്പോൾ ഭാര്യയുടെ അവിശ്വസ്ത കാണിക്കരുത്, ഉപേക്ഷിക്കരുത്, ഉപേക്ഷണ പത്രം വെറുക്കുന്നു, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് നമ്മൾ കാണുന്ന ചുറ്റുപാടിൽ ഡിവോഴ്സ്ഡ് ആയി റീമാരേജ് ചെയ്ത് എത്രയോ പുരോഹിതന്മാരായിട്ട് എത്രയോ പാസ്റ്റേഴ്സ് നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ പണ്ടൊരിക്കൽ എനിക്കൊന്ന് എപ്പോഴും ഓർമ്മയുണ്ട്. നമ്മുടെ അവിടെ വെച്ചൊരു ഇന്റർനാഷണൽ കോൺഫറൻസ് നടക്കുമ്പോൾ ഞാൻ വിജയ സിസ്റ്റർ അന്നാ പരിചയപ്പെടുന്ന അവിടെ ഒരു പെങ്കൊച്ചു വന്നിരുന്നു. അപ്പൊ അവള് മുളത്തിരുത്തിയുള്ള ഒരു പെണ്ണ. അവളന്നേരം പറയുന്നുണ്ടായിരുന്നു, പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് ഞാൻ ന്യായപ്രമാണം അറിയുന്നവരോടെല്ലാം സംസാരിക്കുന്ന പറഞ്ഞിട്ടാണ് അവിടെ നിങ്ങൾ ഭാര്യയെ ഉപേക്ഷിക്കുക അങ്ങനെ എന്താ കാര്യം പറയുന്നത്. അപ്പം അത് ന്യായപ്രമാണം അറിയുന്നവരാണ് പറഞ്ഞേക്കുന്നത്, നമ്മളോടല്ല പറഞ്ഞേക്കുന്നത്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അന്നേരം തന്നെ പറയണമെന്ന് തോന്നി. അത് തെറ്റാണ്. കാരണം യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ, നിങ്ങള് ഹാലേലിയ ഉപേക്ഷിക്കുന്നത് ഭാര്യ അത് ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചും മറ്റു വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചും ഒക്കെ യേശു കർത്താവ് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് ന്യായപ്രമാണം അറിയുന്നവരോട് മാത്രമല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാവരോടും പറയും. ദൈവത്തിന്റെ ആഗ്രഹം ആരും എങ്ങനെയാകും. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന പല പൗരോഹിത്യ ശുശ്രൂഷ നിൽക്കുന്നവരും ഹല്ലേലൂയ അവരെല്ലാവരും പ്രീ മാരേജ് ചെയ്തും ഹല്ലേലൂയ ഉള്ള ഭാര്യ ഉപേക്ഷിച്ചിട്ടും അടുത്തൊരാളെ കാണാൻ ഇട്ടിട്ട് പോകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ദൈവത്തിന്റെ വചനപ്രകാരം അത് യഹോവയ്ക്ക് വെറുപ്പാകുന്ന കാര്യമാണ്. യഹോവയ്ക്ക് വെറുപ്പാകുന്ന ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവിടെ ദൈവം എങ്ങനെ അവരുടെ പ്രസാദിക്കുമെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ പറയാറുണ്ട്, വ്യക്തിപരമായ ദൈവസന്നിധി കിടന്ന് നിലവിളിക്കുമ്പോൾ ദൈവം ചിലപ്പോൾ അത് ക്ഷമിക്കും, ദൈവം അവരെ ചേർത്ത് പിടിക്കും എന്നൊക്കെ പറയും. പക്ഷെ അതിനകത്തും ഒരു നിയമമുണ്ട്.
നമ്മുടെ ദൈവം ഒരിക്കലും ദൈവം പേഴ്സണലി വ്യക്തിപരമായി മനുഷ്യരോട് ക്ഷമിക്കാറുണ്ടെങ്കിലും ദൈവം നിയമത്തെ മാറ്റത്തില്ല. കാരണം നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുന്നത് അവൻ നീതിയുള്ള ന്യായാധിപനാണ്. ഹാലേലുയ. ആ നീതിയുള്ള ന്യായാധിപൻ ഒരിക്കലും നീതി വിട്ട് ഒരിക്കലും നീതികേടിന് കൂട്ടു നിൽക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ അവിടെയൊക്കെ ആ നീതികേട് കണ്ടു കഴിഞ്ഞാൽ ആ നീതികേടിനുള്ള ശിക്ഷ ഇവരുടെ മേൽ വരിക തന്നെ ചെയ്യും. പക്ഷെ വ്യക്തിപരമായി ചിലപ്പോൾ ദൈവം നമ്മുടെ ദാവീദിനെ എടുത്തു. ദാവീദിന്റെ കാര്യം തന്നെ എടുത്താൽ ദാവീദ് ഊരിയാവിന്റെ ഭാര്യയെ സ്വന്തമാക്കിയൊക്കെ ചെയ്ത് അതിനുശേഷം നാഥാൻ പ്രവാചകൻ വന്നത് പറയുമ്പോൾ ദൈവം എന്ത് ചെയ്ത് നമ്മുടെ ദാവീദിന്റെ കരച്ചിലൊക്കെ കേട്ടു, ക്ഷമിച്ചത്. പക്ഷേ അവിടെ യഥാർത്ഥമായി ദൈവം ക്ഷമിച്ചെന്ന് വെച്ചാൽ ഇല്ല, ക്ഷമിച്ചിട്ടില്ല. ദാവീദ് ഉപവസിച്ച് ദിവസം നിലമ്പാട് വീണ് പ്രാർത്ഥിച്ച് എന്തിനു വേണ്ടി? ആ മകന് വേണ്ടിയിട്ട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ദൈവം ആ നിലവിളി കേട്ടില്ല. കാരണം അവിടെ ഒരു ശിക്ഷാവിധി ഉണ്ടായിരുന്നു ദാവീദ് ചെയ്ത തെറ്റിന്. അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമ്മളോട് ക്ഷമിക്കുമെന്ന് ക്ഷമിക്കും. പക്ഷേ അവ ചെയ്യുന്ന തെറ്റിന് ഒരു ശിക്ഷാവിധി നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. കാരണം അത് ദൈവം നമ്മളെ ശിക്ഷിക്കണം, ഇവരെ അടിക്കണം, ദണ്ഡിപ്പിക്കണം അന്ന് വിചാരിച്ചിട്ടല്ല. ദൈവം എന്തുകൊണ്ടത് നമ്മുടെ മേൽ വരുന്നത് വെച്ചാൽ നമുക്കറിയാം. ഇപ്പൊ സ്പീഡ് ഇവിടെ നമുക്ക് കേരളത്തിലെ സ്പീഡ് മാക്സിമം 70 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ വണ്ടി ഓടിക്കേണ്ട. അവിടെ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 70 മേളിൽ പോയി കഴിഞ്ഞാൽ ക്യാമറ അടിക്കും. അതിന് ശിക്ഷയാണ് എന്താ? അതിന് ഫൈൻ എമൗണ്ട് അത് നമ്മൾ പേ ചെയ്യണം. മനസ്സിലായ? അതെന്താ വെച്ചാൽ നിയമമാണ്. നിയമത്തെ ഓവർടേക്ക് ചെയ്ത് പോകാനായിട്ട് ആർക്കും പെർമിഷൻ ഇല്ല. അത് ദൈവത്തിന്റെ മക്കളാണെങ്കിലും ദൈവത്തിന്റെ പുരോഹിതന്മാരാണെങ്കിലും സാധാരണ ജനമാണെങ്കിലും ഇല്ല. ദൈവസന്നിധിയിൽ നമ്മുടെ ന്യായാധിപനായിരിക്കുന്ന അത് നീതിയുള്ള ന്യായാധിപൻ. ഇവിടുത്തെ ന്യായാധിപന്മാരെ പോലെയല്ല നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് പിശാചി പോയിട്ട് പലപ്പോഴും നമുക്ക് വേണ്ടി വാദിക്കുമ്പോൾ ദൈവം വിട്ടുകൊടുക്കുന്നൊരു കാര്യം എന്താണ്? കാരണം എന്താന്ന് വെച്ചാൽ അവൻ ചെല്ലുന്നത് ബാധിക്കാനുള്ള കാര്യങ്ങളും എടുത്തോണ്ടാണ് ചെല്ലുന്നത്. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം അവൻ പൊട്ടും പൊടി എടുത്തോണ്ട് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എന്താ പറ്റുന്നത്? ദൈവം അതിനെ നോ പറയത്തില്ല. കാരണം ദൈവം പിശാചിന് പറയും ദൈവം നീതിയുള്ള ന്യായാധിപനാണ്. അതുകൊണ്ട് ദൈവത്തോട് ചെന്ന് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കയ്യിലേക്ക് തരുമെന്ന് അവൻ അറിയാവുന്നുണ്ട് നമ്മളെ ക്ലെയിം. അപ്പൊ നമ്മുടെയൊക്കെ ഓരോ കുറവുകളും നമ്മൾ നിലവിളിക്കുമ്പോൾ, നമ്മൾ കരയുമ്പോൾ ദൈവം ക്ഷമിക്കും. പക്ഷെ ദൈവം ക്ഷമിച്ചു എന്ന് വിചാരിച്ചിട്ട് ശിക്ഷ ഇല്ലാതിരിക്കത്തില്ല. ദൈവം നമ്മളെ വീണ്ടും ചേർത്ത് പിടിക്കും. ദൈവം നമ്മൾ വീണ്ടും സ്നേഹിക്കും. വളരെ കൂടുതലായി നമ്മളെ സ്നേഹിക്കും. കാരണം ദൈവത്തിന് എപ്പോഴും നമ്മളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന സമയത്തും ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കാൻ വിടുന്നു. അവര് എത്ര നന്നായി പഠിച്ചാലും, എത്ര മോശമായി പഠിച്ചാലും, എത്ര നല്ല മാർക്ക്, എത്ര കുറഞ്ഞ മാർക്ക് പഠിച്ചാൽ നമുക്ക് അവരോടുള്ള സ്നേഹത്തിന് കുറവല്ല വരുന്നുണ്ടോ? വരുമോ? ഇല്ല. ഒരു കുഞ്ഞ് പരീക്ഷയ്ക്ക് തോറ്റ് അവരുടെ സ്നേഹം കുറയും. ഒരു അപ്പനും അമ്മ എന്നുള്ള സ്നേഹം, അല്ലെങ്കിൽ അമ്മയും മകളും എന്ന സ്നേഹം കുറയും. ഒരിക്കലും കുറയത്തില്ല. പക്ഷേങ്കില് അവര് അതിൽ മര്യാദയ്ക്ക് പഠിച്ച് പാസ്സായില്ലെങ്കിൽ അവർക്കൊരു ശിക്ഷാവിധി ഉണ്ട്. എന്താ ശിക്ഷാവിധി? നമ്മൾ കൊടുക്കേണ്ട. അവർ മുൻപോട്ടുള്ള പഠിത്തത്തിലും മറ്റൊരു കാര്യങ്ങളും എല്ലാം അതിന്റെ ആഫ്റ്റർ എഫക്ട് അവരുടെ ലൈഫ് ലോങ് അവരെ പിന്തുടരും. കാരണം നല്ല ബ്രൈറ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കുഞ്ഞ് പെട്ടെന്ന് പഠിക്കാതായെന്ന് വെച്ച് അവളുടെ ഭാവി നശിപ്പിച്ച് കളഞ്ഞ ആരെങ്കിലും അവരൊരു ഭാവി നശിപ്പിച്ച് കളഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് ആർക്കാ വരുന്നത്? അവർക്ക് തന്നെ വരും, അല്ലേ? ഇപ്പൊ ഒരു അഡ്മിഷന്റെ കാര്യം നോക്കുമ്പോഴും ഒരു മറ്റൊരു കാര്യത്തിന് വേണ്ടി പോകുമ്പോഴും ഒക്കെ ഇത് അവരുടെ ജീവിതത്തെ എഫക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് അവർക്കുള്ള ശിക്ഷാവിധി എന്നുള്ളത്. നമ്മൾ അവരെ അങ്ങോട്ട് തള്ളിക്കളയോ സ്നേഹിക്കാതിരിക്കുകയോ നമ്മുടെ സ്നേഹം കുറഞ്ഞോ ഒന്നും ചെയ്യത്തില്ല. നമ്മുടെ കുഞ്ഞ് എത്ര മാർക്ക് കുറച്ച് മേടിച്ചെന്ന് വെച്ചാൽ നമ്മുടെ സ്നേഹം കുറയത്തില്ല അവരോടുള്ള. അതുപോലെയാണ് ദൈവം ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വീണ് വന്നു പോകുന്ന വീഴ്ചകൾ, താഴ്ചകളൊക്കെ നമ്മൾ പറയും എന്റെ കർത്താവ് ക്ഷമിക്കും. ശരിയാണ്, ദൈവം ക്ഷമിക്കും. ദൈവം ദീർഘക്ഷമയുള്ള അപ്പനാണ്. നമ്മളോട് സ്നേഹം മാത്രം അൺകണ്ടീഷണൽ ലവ് ഉള്ള ദൈവമാണ്. ആ ദൈവം നമ്മളെ ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യും. അതിന്റെ നമ്മൾ ചെയ്തതിന്റെ ഒരു വിധി, ശിക്ഷാവിധി നമുക്കുണ്ട്. അത് നമ്മളെ പിന്തുടരും. ദൈവയുടെ കേട്ടോ അയ്യോ തൊടല്ലേ, എന്റെ മോള് തൊടല്ലേ, അതങ്ങനല്ലേ എന്ന് പറയത്തില്ല. കാരണം എന്താ വെച്ചാ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഓരോ വഴിയൂടെയും കടന്നു പോകാൻ കാരണം നമ്മൾ തന്നെയാണ്. അപ്പൊ ഇവിടെ പുരോഹിതന്മാരോട് പറയുന്നത് ഏറ്റവും വേഷണപത്രം ദൈവം വെറുക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മൾ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട് ഭാര്യ ഇച്ചിരി കുഴപ്പക്കാരിയാണെങ്കിൽ എന്താ ഭർത്താവിന്റെ നല്ല പ്രവൃത്തി കണ്ടിട്ട് വേണം ഭാര്യ. അപ്പൊ ഭർത്താവ് ഇച്ചിരി ഇതാണെങ്കിൽ എന്താ ഭാര്യയുടെ നല്ല പ്രവൃത്തിയല്ല. അങ്ങനെ നല്ല പ്രവൃത്തിയാൽ അവരെ തിരിച്ച് അവരെ ലൈഫിലേക്ക് കൊണ്ടുവരാനാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ദൈവം പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അതിന് പകരം എടുത്തങ്ങോട്ട് കളഞ്ഞിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആരോടെ ഞാൻ പറയും പത്രോസുണ്ട്, എല്ലാരും പറയും പത്രോസിനോട് ദൈവം 3 പ്രാവശ്യം ചോദിച്ചു ആടുകളെ മേയ്ക്കുക, ആടുകളെ മേയ്ക്കുക, ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് ഈ 3 പ്രാവശ്യം ചോദിച്ചതിന്റെ കാരണം 3 പ്രാവശ്യം തള്ളി പറഞ്ഞോണ്ടെന്നൊക്കെ പറയാറുണ്ട്.
അല്ലെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒറിജിനൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒക്കെ വായിക്കുമ്പോൾ ലിറ്റിൽ ലാമ്പ്, ഷീപ്പ്, ഗോട്ട് എന്നൊക്കെ ആടിന് പല ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ കാണാൻ വെച്ചാൽ ലിറ്റിൽ ലാമ്പിനകത്ത് നമുക്കറിയാം യാഗം കഴിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട് അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു കൂട്ടമാണ് ലിറ്റിൽ ലാമ്പ് നമ്മൾ ഉദ്ദേശിക്കുക. കാരണം വെച്ചാൽ അത് ദൈവത്തിന് വേണ്ടി അങ്ങ് ജീവൻ കൊടുക്കാൻ സമർപ്പിക്കപ്പെട്ട നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ പോലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാം. മറ്റുള്ളവരെ ഷീപ്പ്, ആടെന്ന് പറയുമ്പോൾ ഇടയന്റെ ശബ്ദമൊക്കെ കേട്ട് അനുസരിച്ച് ഇടയന്റെ പറ്റ ചായ ചേർന്ന് ഇടയൻ നടത്തുന്ന വഴികളിലൊക്കെ നടക്കുന്ന മുട്ടനാണെന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ചിലപ്പോൾ ഇടയനിട്ടൊന്ന് തൊഴിക്കും, കുത്തും, പുറകെ നിന്ന് പോയി ഇടിക്കും, ഇതൊക്കെ ചെയ്യുന്ന ടൈപ്പാണ്. അപ്പൊ ഇതിനെ മൂന്നിനെയും പാലിക്കണം ഒരു ഇടയൻ. എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിലുള്ള ആൾക്കാര്, അപ്പൊ ചില ആൾക്കാര് ദൈവദാസന്മാര് ആ ചർച്ചിന് വേണ്ടി ആലയത്തിന് എന്തും ചെയ്യാൻ റെഡിയായിട്ട് അങ്ങ് സമർപ്പിക്കപ്പെട്ടവരാ. ചില ആൾക്കാര് ദൈവദാസൻ എന്ത് പറഞ്ഞാലും അനുസരിച്ച് അതൊക്കെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുന്നത്. ചില ആൾക്കാര് കിട്ടിയ ദൈവദാസനെ തെറി പറയും, ചിലപ്പം ആരെല്ലാം അവിടെ വഴക്കുണ്ടാക്കും, അടിയുണ്ടാക്കും, ഇതൊക്കെ ചെയ്യും. ചിലപ്പോൾ പുറത്ത് കുറ്റം പറയും, ഇതൊക്കെ ചെയ്യും. അപ്പം ഇവരെയും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്ന വെച്ചാൽ അവരെയും അതുപോലെ പരിപാലിച്ചുകൊണ്ട് പോകണം ഒരു ഇടയനാണെങ്കിൽ. അതിനെ തള്ളിക്കളയാൻ പാടില്ലാത്തവനാ ഇടയൻ എന്ന് പറയും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കാണുന്നത് എന്താ? അയ്യോ, പിന്നെ ഇച്ചിരി കുറ്റം പറയുക മാത്രമല്ല, എന്തെങ്കിലും അറിഞ്ഞാൽ പിന്നെ പറയല്ല, പിന്നെ അങ്ങോട്ട് ശപിക്കാൻ തുടങ്ങിയിരുന്നിട്ട് അല്ലേ പോയാൽ രക്ഷപ്പെടത്തില്ല, ഇവിടുന്ന് പോയതൊന്നും രക്ഷപ്പെട്ടിട്ടില്ല, എന്റെ അടുക്കലേക്ക് മടങ്ങി വരും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ ആമേൻ. ഈ സോളിഷ് പ്രേയറൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കാണുന്നത് ഇന്ന് ഇവിടെ നമ്മുടെ പറയാ പെന്തക്കോസ്ത ലൈഫ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ വന്നിട്ട് നമ്മളിതിനകത്ത് വന്നിട്ട് ഞാൻ വന്നിട്ട് ഇപ്പൊ 8 വർഷം കഴിഞ്ഞു. ഹല്ലേലൂയ ആമേൻ. ഇതിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ പുറത്തുള്ള അഭിചാരകന്മാരും മന്ത്രവാദികളും ശകുനവാദികളും എന്നൊക്കെ പറയുന്നവരൊക്കെ എത്രയോ ഭേദമാണ്. ഹല്ലേലൂയ. ഇവിടെ ഇരുന്നിട്ട് ഈ ചെയ്യുന്ന ഹല്ലേലൂയ ആമേൻ മത്സരം, ആഭിചാര ദോഷത്തെക്കാൾ എത്ര മത്സരം, എത്ര ഇതെല്ലാം ഇപ്പൊ ഇന്നുള്ളത് ഇതിനകത്താണ്. പേരെങ്ങനെയാ? ദൈവത്തിന്റെ സ്വന്തം ജനം എന്നാ പറയുന്നേ? ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന ആരാ? ഞങ്ങൾ മാത്രം വിശുദ്ധർ, ഞങ്ങൾ മാത്രം ഉടലോട് സ്വർഗത്തിലേക്ക് പോകുന്നത് എന്ന് വിചാരിച്ച് നടക്കുന്നത്. പക്ഷെ പ്രവൃത്തിയെല്ലാം എന്താ? ദോഷമുള്ളത്. ഹല്ലേലൂയ ആമേൻ. ദൈവത്തിന്റെ വചനം നമ്മൾ ഓരോ ദിവസവും വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എന്താ വേണ്ട? നമ്മുടെ പ്രവർത്തികളെ നമ്മൾ മാറ്റണം. മറ്റുള്ള അടുത്ത് നിൽക്കുന്നവൻ മാറട്ടെ, അപ്പുറത്ത് നിൽക്കുന്ന ഇപ്പുറത്ത് നിൽക്കുന്ന മാറട്ടെ എന്നല്ല. എന്നിൽ എന്ത് കുറവുണ്ടെന്ന് മാത്രം നോക്കുക. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം എന്താ? ഭർത്താവ് ശരിയല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെ വന്നില്ല അതുകൊണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ മക്കൾ ഇങ്ങനെ വന്നില്ല അങ്ങനെ. പക്ഷേ ഭർത്താവിനെയും മക്കളെയും കൂടെ ഇരിക്കുന്ന അപ്പുറത്തെ വിശ്വാസി ഇപ്പുറത്തെ വിശ്വാസിയും അപ്പുറത്ത് നിന്ന് ആരാധിക്കും ഇപ്പുറത്ത് നിന്ന് ആരാധിക്കുന്നതിന് നോക്കാനല്ല ദൈവം പറഞ്ഞേക്കുന്നത്. നീ ഈ വചനം കേൾക്കുമ്പോൾ നീ നിന്റെ ഹൃദയത്തിലേക്ക് നോക്കണം, നിനക്ക് എന്ത് കുറവുണ്ടെന്ന് നോക്കണം. ഓരോ ദിവസം നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മുടെ കുറവുകൾ എന്താണ്, നമ്മൾ എവിടെയാണ് ശരിയാകേണ്ടത്, നമ്മൾ എന്താണ് വിട്ടുമാറുന്നത്, നമ്മൾ എന്തൊക്കെയാണ് ഇനി ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ ഇരിക്കുന്നത്, ഇതാ നമ്മൾ നോക്കേണ്ടത്. നമ്മൾ നന്നായാൽ മാത്രം മതി, മറ്റുള്ളവർ തന്നെ നന്നുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവർ നോക്കിയിട്ട് നമ്മൾ നന്നാകാനും നിൽക്കേണ്ട, മറ്റുള്ളവർ നോക്കിയിട്ട് നമ്മൾ നശിക്കാനും നിൽക്കേണ്ട. ഹല്ലേലൂയ. ഇടയന്മാര് പലപ്പോഴും പല പ്രവൃത്തികളും കാണിക്കുക. അവർ ചിലപ്പം ഹല്ലേലൂയ രണ്ടാമത് കല്യാണം കഴിക്കുക, വേറെ ഭാര്യമാരെടുത്ത് പോകുക, അല്ലെ ഭാര്യ വേറെന്തെങ്കിലും ഹല്ലേലൂയ രഹസ്യബന്ധം സൂക്ഷിക്കുക ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഇടയൻ അങ്ങനെ ചെയ്യുന്ന എനിക്കും ചെയ്തേക്കാന്ന് അല്ല. നീ നോക്കേണ്ട ഇടയൻ ആരെന്ന് വെച്ചാൽ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുന്ന നമുക്ക് നോക്കാൻ യോഗ്യനായ ഒരൊറ്റ ഇടയനെ നമുക്കുള്ളൂ. ഹല്ലേലൂയ. ആ ഇടയനെ മാത്രം, നല്ല ഇടയൻ എന്ന് പറയുന്ന യേശു കർത്താവിനെ മാത്രം നോക്കിയിട്ട് നീ ഇങ്ങോട്ട് പോകുന്നത്. മുമ്പേ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മളെ ലീഡ് ചെയ്യുന്ന സിസ്റ്റർ അങ്ങനെയായിരുന്നു, പാസ്റ്റർ അങ്ങനെയാണ്, പാസ്റ്റർ ആന്റി അങ്ങനെയാണ്. അതുകൊണ്ട് ഞാനും ഇങ്ങനെയൊക്കെ. നോ, നിങ്ങൾ അവരെ ആരെയും നോക്കാനല്ല. ഹല്ലേലൂയ. അവരെയൊക്കെ നോക്കാൻ ഇവിടെ പറഞ്ഞേക്കുന്ന പുരോഹിതന്മാരെ, ലേവ്യരെ കുറിച്ച് പറഞ്ഞേക്കുന്ന ലേവ്യർ നേരത്തെ അങ്ങനെയായിരുന്നു, പക്ഷെ ഇന്നിപ്പോ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയുമ്പോൾ ഇന്ന് ഇങ്ങനെ ആയ ലേവ്യരെ നോക്കിയിട്ട് അല്ലെങ്കിൽ പുരോഹിതന്മാരെ നോക്കിയിട്ട് നിങ്ങൾ അതിന്റെ പുറകെ പൊയ്ക്കോന്നല്ല ദൈവം പറയുന്നത്. ഹല്ലേലൂയ. നമുക്ക് നോക്കാനായിട്ട് ഹല്ലേലൂയ വിശ്വാസനായനും പൂർത്തി വരുന്നത് യേശുവിനെ നോക്കണം. നമ്മൾ യേശുവിനെ നോക്കിക്കൊണ്ട് എന്താ പറയാ, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ട് നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാനാ പറഞ്ഞത്. അപ്പൊ നമ്മൾക്ക് ഹല്ലേലൂയ നമ്മൾ മറ്റുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ പാപങ്ങളും ഭാരങ്ങളും ഒക്കെ നമുക്ക് കളഞ്ഞിട്ട് ഓടാൻ പറ്റത്തില്ല. ഇതൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് അല്ലെ ഇതൊക്കെ കൂടെ പിടിച്ചുകൊണ്ട് ഓടാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ വഴിയിൽ വീണു പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ മലാക്കിയുടെ പുസ്തകം വായിക്കാൻ പറ്റുന്നെങ്കിൽ വായിക്കാൻ. മൊത്തം ആകപ്പെടെ 4 അധ്യായങ്ങൾ. 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. ഇത് 4-ാമത്തെ അധ്യായത്തിൽ ചൂള പോലെ
കത്തുന്ന ഒരു ദിവസം വരുമ്പോൾ ന്യായവിധിയെ കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ. അവിടെ പറഞ്ഞ ചൂളം പോലെ കത്തുന്നത് അപ്പോൾ അഹങ്കാരികളെ സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. എന്നിട്ട് അവർ എന്റെ നാമത്തെ ഭയപ്പെടാൻ നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൽ രോഗോപശാന്തിയോട് ഉദിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ ആമേ ആ ഒരു ദിവസത്തെ കുറിച്ചും കൂടെ പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് ഓരോ ആമേ ഹല്ലേലൂയ വചനഭാവം വായിക്കുമ്പോൾ ഇത് വെറുതെ തമാശയ്ക്ക് പറയുന്നതല്ല. ആമേ ഹല്ലെ അങ്ങനെ ഒരു ദിവസമുണ്ട്. ഹല്ലെ ഇടയ്ക്ക് ഇന്ന് കഴിഞ്ഞ ദിവസം ഏതോ ഒരു ദൈവദാസം പ്രസംഗം ഞാനിങ്ങനെ കേട്ടു. ആമേ ആമേ കർത്താവ് ഹല്ലേലൂയ ആമേ കൃപാസനത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ന്യായാസനത്തിലേക്ക് മാറും. ഹാലേ അപ്പോഴാണ് ഈ ഭൂമിയിൽ പലതും സംഭവിക്കുന്നത്. ദൈവത്തിന് ഇവിടെ ജനത്തിന്റെ പ്രവൃത്തി കണ്ടുകൊണ്ട് എപ്പോഴും കൃപാസനത്തിലേക്ക് നമുക്ക് ധൈര്യത്തോടെ കടന്നു വന്ന് പറഞ്ഞിരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് കർത്താവ് ചിലപ്പോഴൊക്കെ എഴുന്നേറ്റ് ആ ന്യായാധിപന്റെ കസേരയിലേക്ക് ഒന്ന് മാറിയിരിക്കാറുണ്ട്. അപ്പോഴാണ് ഇവിടെ ന്യായത്തോടെ നീതിയോടെ കാണാത്തതിനെയൊക്കെ ന്യായം വിധിക്കുന്ന അവസ്ഥ. അപ്പോഴാണ് പ്രകൃതിക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഭൂമിയിൽ പലതും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന അപ്പൊ കാണുമ്പോൾ ജനത്തിന് എന്താ ഭയം വരും. ഹല്ലേലൂയ അവര് കുറച്ചൊക്കെ ആൾക്കാരെങ്കിലും ഹല്ലേലൂയ ആ ദിവസങ്ങളിലേക്ക് അയ്യോ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ടൊന്നും മുട്ടുമടക്കാൻ റെഡിയ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ദൈവത്തെ ന്യായാധിപന്റെ കസേരയിലേക്ക് കയറ്റിയത് നമ്മൾ വിചാരിക്കില്ലേ. എപ്പോഴും ആ കൃപാസനത്തിൽ തന്നെ ഇരിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രവൃത്തികൾ. ഹല്ലേലൂയ അതുകൊണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവവചനം കേൾക്കുമ്പോൾ ഓരോ ദിവസവും നമ്മളുടെ കുറവുകളെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളൊക്കെ പുരോഹിതന്മാരാ. കാരണം ദൈവം ഇപ്പൊ അന്ന് ലേവ്യരെ മാത്രം തിരഞ്ഞെടുത്തെങ്കിൽ നമ്മളെല്ലാം രാജാവും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്നവർ രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റിയിരിക്കുന്നു. അപ്പൊ നമ്മുടെയൊക്കെ വായന വരുന്ന ഉപദേശങ്ങളിലൊക്കെ ആ ജീവിത വിശുദ്ധി നമ്മൾ ഉപദേശത്തിൽ ഉപദേശിക്കാൻ സമർത്ഥരായിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ ഫോളോ ചെയ്യുന്നവരും കൂടെ ആയിരിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റാത്തതൊന്നും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കരുത്. മത്തായിയുടെ സുവിശേഷത്തിൽ പറയും നിങ്ങൾ വലിയ ചൂടെടുത്തവരെ തലയിലേക്ക് വെച്ചു കൊടുക്കുന്നു എന്നിട്ട് അവരെ കൊണ്ട് ചുമപ്പിക്കും. പക്ഷെ നിങ്ങൾ ഒരു വിരലുകൊണ്ട് പോലും അത് താങ്ങുന്നില്ല. അതുപോലെ നമ്മൾ ആകില്ല. മറ്റുള്ളവരോട് നല്ല കട്ടക്കുള്ള ഉപദേശമൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉപദേശവും ഇല്ല തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. കാരണം അത് ദൈവത്തിന് ഇഷ്ടമല്ല. ഹല്ലേലൂയ അതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ നമ്മുടെ കർത്താവ് സകലതും കാണി അറിയുകയും ചെയ്യുന്നു. അപ്പൊ ദൈവത്തെ പറ്റിക്കാൻ ആർക്കും കഴിയില്ല. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് മുൻപോട്ട് ഈ വചന ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.